പിന്നെ നമുക്ക് നോക്കാം ആരാരെയെ ചമ്മന്തിയാക്കാൻ പോകുന്നേന്ന്. ഞാനിവൻ എന്റെ ഉരുക്ക് കാലുകൊണ്ട് ഒരു തൊഴി കൊടുത്തിട്ട് വരാമില്ലേ. ഇയാൾക്ക് ഭയങ്കര സ്പീഡാണല്ലോ. വളരെ സൂക്ഷിച്ചു നോക്കിയാലേ മനസ്സിലാവുള്ളൂ. അൾട്രാ സ്പീഡ് വിഷൻ ഓൺ. അൾട്രാ സ്പീഡ് വിഷൻ ഓൺ. നൈസായിട്ട് ഇവിടുന്ന് മുങ്ങുന്നതാ നല്ലത്. അല്ലെങ്കിൽ ഇന്ന് ചമ്മന്തി ആകുന്നത് ഞാനായിരിക്കും. വെരി ഗുഡ് വീർ. I am mad. Very, very mad. നിന്നോട് ഞാൻ അപ്പോഴേ പറഞ്ഞതാ ആയുധങ്ങൾ കൊണ്ടുപോകാൻ. പക്ഷെ നീ അത് ചെവിക്കൊണ്ടില്ല. എന്റെ കയ്യിൽ ഒരു നിഞ്ച ആയുധമുണ്ട്. അത് വേണമെങ്കിൽ നിനക്ക് ഉപയോഗിക്കാം. ഓക്കെ സാർ, എങ്കിൽ എനിക്ക് ആയുധം തന്നോളൂ. ഞാൻ ഇന്നേ വരെ ആരോടും തോറ്റിട്ടില്ല. ഈ വീറിനോട് ഞാൻ തോൽക്കാൻ പോകുന്നില്ല. വീർ, നീ തയ്യാറായിരിക്കണം. ആ നിഞ്ച മാസ്റ്റർ വീണ്ടും അറ്റാക്ക് ചെയ്യും. ഈ ആയുധം എപ്പോഴും കയ്യിൽ വെച്ചോളൂ. ഓക്കെ അപ്പൂപ്പ, ഞാൻ ഈ ആയുധം എപ്പോഴും കയ്യിൽ വെച്ചോളാം. വീർ, നീ വേഗം ജിണ്ടുവിനെ വിളിക്ക്. ഞാൻ അവന്റെ കൂടെ നിഞ്ച പ്രാക്ടീസ് ചെയ്യട്ടെ. ചിലപ്പോ എനിക്കും ഫൈറ്റ് ചെയ്യേണ്ടി വന്നാലോ. വാ. ഹായ് ഇംലി. വീർ, ഇംലിക്ക് എന്താ സംഭവിച്ചത്? എന്തിനാ ഇങ്ങനെ വാശി പിടിക്കുന്നതെന്ന് എനിക്കറിയില്ല. അവക്ക് ഗ്രാമത്തിലേക്ക് പോണം പോലും. അവൾ അവിടെ പോവാതിരിക്കില്ല. നീ ഒന്ന് പറഞ്ഞു കൊടുക്കാൻ നോക്ക്. എന്ത് പറ്റി ഇംലി? നീ പേടിച്ചോടുകയാണോ? ഞാൻ അന്നേരം അങ്ങനെ പറഞ്ഞതാ. എനിക്ക് അവരോട് ഒന്നും ഫൈറ്റ് ചെയ്യാൻ പറ്റില്ല. ബണ്ടി പറഞ്ഞതാ ശരി. ഞാൻ അന്നേരത്തെ ദേഷ്യത്തിലാണ് പറഞ്ഞേ. പക്ഷെ നീ ചെയ്തത് ശരിയായിരുന്നു. അവരെ തെറ്റും. പക്ഷെ ഇപ്പൊ ശരി തെറ്റൊക്കെ അറിയണമെങ്കിൽ ഞാൻ ഫൈറ്റ് ചെയ്തല്ലേ പറ്റും. രക്ഷപ്പെടാൻ ഇതേ ഉള്ളു വഴി. ഞാൻ ഗ്രാമത്തിലോട്ട് പോവാ. കമോൺ ഇംലി, നീ നല്ല ധൈര്യമുള്ള പെൺകുട്ടിയല്ലേ. നിനക്ക് വേണമെങ്കിൽ അവനെ ഈസിയായി തോൽപ്പിക്കാൻ കഴിയും. സത്യമാണോ? അതെങ്ങനെ? എങ്ങനെയാണ്? വേഗം പറ. ഞാൻ നിന്നെ ഫൈറ്റ് ചെയ്യാൻ പഠിപ്പിക്കാം. കരാട്ടെ, കുൻഫു, മാർഷൽ ആർട്സ്, അങ്ങനെയെല്ലാം. അത് കഴിഞ്ഞ് നിനക്ക് അവനെ എളുപ്പത്തിൽ തോൽപ്പിക്കാൻ കഴിയും. എന്താ? ഞാൻ ഒരു മാസത്തിനുള്ളിൽ ഇതെല്ലാം പഠിക്കുമെന്നാണോ? ഇതൊരു ഇംപോസിബിൾ കാര്യമാണ് വീർ. ഇംലി, അപ്പൂപ്പൻ പറയാറില്ലേ ഇംപോസിബിൾ പോസിബിൾ ആക്കുന്നവനാണ് വീർ എന്ന്. നീ കേട്ടിട്ടില്ലേ? വരൂ, നമുക്ക് നാളെ തൊട്ട് ട്രെയിനിങ് തുടങ്ങാം. വീർ, വീർ, എനിക്കും ഈ കരാട്ടയും കുംഫു എല്ലാം പഠിക്കണമെന്ന്. ഓക്കെ, വന്നോളൂ. പക്ഷേ ഒരു കാര്യം, കരാട്ടെ പഠിക്കണമെങ്കിൽ വളരെ നല്ല ഡിസിപ്ലിൻ അത്യാവശ്യമാണ്. സെൽഫ് കോൺഫിഡൻസ് ആൻഡ് ഡിസിപ്ലിൻ. ഇത് രണ്ടും നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതെല്ലാം എളുപ്പത്തിൽ പഠിച്ചെടുക്കാനാവും. സെൽഫ് കോൺഫിഡൻസ് എനിക്ക് കുറച്ച് കൂടുതലാ. ഇനി ഡിസിപ്ലിൻ മാത്രം പഠിച്ചാ മതി. ആദ്യം നമ്മുടെ ശരീരത്തെ സ്ട്രോങ് ആക്കണം. കൂടാതെ സ്റ്റാമിനയും കൂട്ടണം. അതിന് ഫിസിക്കൽ ട്രെയിനിങ് വേണം. എന്റെ കൂടെ വരൂ. ഓ, വീർ അവർക്ക് കരാട്ടെ ട്രെയിനിങ് കൊടുക്കുകയാണോ? ഇവരെന്തൊക്കെയാ ഈ പഠിക്കാൻ പോകുന്നെന്ന് ഒന്ന് പോയി ഒളിഞ്ഞു നോക്കാം. മതി, എനിക്കിനി ഓടാ വയ്യ. വീർ, കുറച്ച് ക്യാരറ്റ് കിട്ടിയായിരുന്നെങ്കിൽ എന്റെ ബാറ്ററി ഒക്കെ ഇപ്പൊ റീചാർജ് ആയേനെ. വീർ, മതി മതി, എനിക്കിനി ഓടാൻ വയ്യ. നമ്മൾ ഒളിമ്പിക് റേസിൽ ഓടാൻ പോകുന്നല്ലോ. എനിക്ക് കരാട്ട ഫൈറ്റ് പഠിച്ചാ മതി. ഇപ്പോഴേ ഈ അവസ്ഥയാണെങ്കിൽ പിന്നീട് അങ്ങോട്ട് എന്തായിരിക്കും?
എന്നെ ഇതെങ്ങോട്ടേ കൊണ്ടുവന്നത്? എന്നെ തുറന്നു വിട്. എനിക്ക് സർക്കസ് ജോലി ചെയ്യണ്ട. ഞാൻ സർക്കസിൽ ജോലി ചെയ്യില്ല. ഞാൻ സർക്കസിൽ ജോലി ചെയ്യില്ല. ഞാൻ ചെയ്യില്ല. നീ ഇവിടെ പണി ചെയ്തേ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ അയാൾക്ക് വല്ലാത്ത ദേഷ്യം വരും. അയാൾക്ക് ദേഷ്യം വന്നു കഴിഞ്ഞാൽ അയാൾ വളരെ കഷ്ടപ്പെടുത്തും. ഹരി ദ ഹണ്ടർ മോശപ്പെട്ടയാളാണ്. അയാൾ പറയുന്ന ജോലികളൊന്നും ചെയ്തില്ലെങ്കിൽ നമ്മളെ അയാൾ പണിയെടുപ്പിച്ച് കൊല്ലും. വീർ, വീർ, നീ എവിടെയാ? എന്നെ ഒന്ന് രക്ഷിക്കേ. ജിണ്ടു, നീ എന്തിനാ ചുൾബുളിന്റെ സ്യൂട്ടൊക്കെ ഇടാൻ കൊടുത്തത്? അവനെ ഇന്ന് രാവിലെ തൊട്ട് കാണുന്നേ ഇല്ല. എവിടെ പോയി കിടക്കാന്ന് ആർക്കറിയാം? ചുൾബുൾ ഇത്ര നേരം ഒന്നും കറങ്ങി നടക്കാറില്ല. എന്തോ പ്രശ്നമുണ്ട്. ജിണ്ടു, എനിക്ക് ചുൾബുളിനെ കാണാൻ തോന്നുന്നു. എന്നെ അവന്റെ അടുത്തേക്ക് കൊണ്ടുപോ. ഇപ്പൊ കൊണ്ടുപോകാം. അക്കടം പക്കടം മാലം ഫാലം ഇക്കടം തിക്കടം ദം ദമാദം. ജിണ്ടു, ജിണ്ടു, രക്ഷിക്കേ. വേഗം ഇവിടുന്ന് പുറത്തിറങ്ങ്. ഓഹോ, അപ്പൊ ഇവരുടെ അടുത്ത് ശരിക്കുള്ള ലയൻ ഇല്ലേ? ഇവര് ഉടായ്പ ലയന്റെ വേഷവും കെട്ടി ആൾക്കാരെ പറ്റിക്കുകയായിരുന്നു. അത് ശരി. വേഗം ഡാൻസ് ചെയ്യടേ. ഡാൻസ് തുടങ്ങാനാണ് പറഞ്ഞത്. ഇവരെല്ലാം നിന്നെ കണ്ട് നിന്റെ കൂടെ ഡാൻസ് ചെയ്യും. ഇല്ലില്ല, ഞാൻ ഡാൻസ് കളിക്കില്ല. വീർ, എന്റെ വീരിപ്പ വരും. എന്നിട്ട് എന്നെ ഇവിടുന്ന് രക്ഷിച്ചോണ്ട് പോവുകയും ചെയ്യും. വീർ, നീ എവിടെയാ? പ്ലീസ്, നിന്റെ വീര് ഞങ്ങൾ ഇവിടുന്ന് രക്ഷിച്ചോണ്ട് പോവോ? ഇവന്മാരോടൊന്നും നല്ല ഭാഷയിൽ പറഞ്ഞ ശരിയാവില്ല. എന്റെ പതിവ് രീതി തന്നെ ഇന്ന് ഇവരെടുത്ത് പ്രയോഗിക്കാം. എന്റെ കൂട്ടുകാരനെ വെറുതെ വിട്. വീർ, വീർ, എന്റെ കൂട്ടുകാരാ. സോറി, ഞാൻ നിന്നോട് ഒരുപാട് വഴക്കിട്ടു. പക്ഷേ നീ എന്നെ രക്ഷിക്കാൻ വരുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. വീർ, എന്നെ രക്ഷിക്കേ. ഞാൻ കുട്ടിയാന്ന് കരുതിയല്ലേ എന്നെ കണ്ട് പേടിക്കാത്ത. എന്റെ വേറൊരു കൂട്ടുകാരൻ വരും. എന്നിട്ട് നിങ്ങൾ നല്ലൊരു പാഠം പഠിപ്പിക്കും. ജിണ്ടു, ജിണ്ടു, എന്തിനാ അങ്ങനെ കിടന്ന് വിളിക്കുന്നേ? എനിക്ക് ചുമരിനപ്പുറം പോണം. പക്ഷെ അത് എന്തിനാ? വാതിലുണ്ടല്ലോ പോവാൻ. പ്ലീസ് വീണ്ടും വരണേ. എനിക്കും മാജിക് പഠിക്കണം. അയാളാളെ കൊള്ളാലോ. ഭൂതത്തെ കണ്ടും പേടിച്ചില്ല. ഞാനൊരു അനാക്കോണ്ടയുടെ വേഷത്തിൽ അയാളുടെ അടുത്തേക്ക് പോവാം. അപ്പൊ നിങ്ങൾ നോക്കിക്കോ, അയാൾ ഇവിടുന്ന് പേടിച്ച് ഓടി രക്ഷപ്പെടും. അയ്യോ, രക്ഷിക്കണേ, രക്ഷിക്കണേ. അനാകൊണ്ട, ഭൂതം, ഭൂതം. അയ്യോ, ആരെങ്കിലും രക്ഷിക്കണേ. പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം. ഞാൻ നിന്റെ സ്കൂളിലുള്ള ഒരു ഭൂതമാണ്. നീ ആ സ്കൂൾ പൊളിക്കാൻ ശ്രമിച്ചാൽ ഞാൻ നിന്നെ നശിപ്പിച്ചു കളയും. ഓ, നീ ഭൂതമായിരുന്നോ? നിന്റെ ഒരു കൂട്ടുകാരൻ കുറച്ചു നേരത്തെ വന്നിട്ട് പോയതേ ഉള്ളൂ. ഞാൻ വിചാരിച്ചു അനക്കൊണ്ട ആയിരിക്കുമെന്ന്. വെറുതെ ഞാൻ പേടിച്ചു. പേടിച്ചില്ലെങ്കിലേ നീ എന്റെ വയറ്റിലേക്കായിരിക്കും പോവുക. ഒരു മിനിറ്റ് അനക്കൊണ്ട ഭൂതമേ, ഞാൻ നിങ്ങളെ കൂടെ നിന്നൊരു ഫോട്ടോ എടുത്തോട്ടെ. അയ്യോ പോവല്ലേ പ്ലീസ്. ഞാൻ എന്റെ കുട്ടികളെ കൂടെ ഒന്ന് വിളിച്ചോട്ടെ. അവർക്ക് നിന്നെ കണ്ട ഒരുപാട് സന്തോഷമാവും. ദേ കേൾക്കുന്നുണ്ടോ? ചിന്നു, മുന്നു, ബബുളിച്ചേട്ടനെ വിളിച്ചോണ്ട് വേഗം വാടാ. മതി, ഒന്ന് നിർത്ത്. ഞാൻ തന്നെ പേടിപ്പിക്കാൻ വേണ്ടി വന്നതാ, അല്ലാതെ ഫോട്ടോ സെക്ഷന് വേണ്ടിയല്ല.
ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാൻ ഇത്രയധികം നാണം കെടുന്ന്. അയാൾക്ക് ഒന്നിനെയും പേടിയില്ലെന്ന്. എന്റെ മന്ത്രശക്തി എല്ലാം ഫെയിലായി പോയി. ജിണ്ടു നീ വിഷമിക്കണ്ട, നമുക്ക് വേറെ എന്തെങ്കിലും പ്ലാൻ ആലോചിക്കാം. നമ്മളിനി നമ്മുടെ ബുദ്ധി ഉപയോഗിച്ചേ പറ്റൂ. പ്രിൻസിപ്പൽ സാർ എന്താ എന്നെ കണ്ട് തിരിച്ചറിയാത്തെന്ന് ആദ്യം കണ്ടുപിടിക്കണം. അത് തന്നെയാ ഞാനും ആലോചിച്ചത്. നീ സ്കൂളിന് വേണ്ടി ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തിട്ടില്ലേ? അത്ര പെട്ടെന്നൊന്നും സാറ് മറന്നു പോകാൻ ഒരു വഴിയുമില്ല. സാറ് മാറിപ്പോയെന്നാ തോന്നുന്നേ. അതെ, മാറിപ്പോയിട്ടുണ്ട്. ഒരുപക്ഷെ ഇത് യഥാർത്ഥത്തിലുള്ള പ്രിൻസിപ്പൽ സാർ ആയിരിക്കില്ല, വേറെ ഡ്യൂപ്ലിക്കേറ്റ് ആയിരിക്കും. അതിനും ചാൻസ് ഉണ്ട്. എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടല്ലോ. എനിക്ക് മുഴുവൻ പ്രശ്നമായിട്ടാ തോന്നുന്നേ. ജിണ്ടു, എന്നെ പ്രിൻസിപ്പൽ സാറിനെ പോലെയാക്ക്. ഞാൻ ആ ബിൽഡറിനോട് സംസാരിച്ച് സത്യം കണ്ടുപിടിക്കാം.